UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനിക്ക് ഉജ്ജ്വല തുടക്കം. KSRTC ഓർഡിനറി ബസ്സുകളിലെ ആദ്യ യാത്ര ആഘോഷമാക്കി യാത്രക്കാർ. മുഖ്യമന്ത്രി VD സതീശൻ 0 ടിക്കറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ യാത്രയിൽ പങ്കുചേർന്നു. സംസ്ഥാനത്തെങ്ങും KSRTC ബസ്സുകളിൽ വൻ തിരക്കാണ്. പ്രിയദർശിനി പദ്ധതി സ്ത്രീകളോടുള്ള ആദരവാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചരിത്രത്തിലെ പുതിയ നാഴികക്കല്ലെന്ന് ഗതാഗത മന്ത്രി. ഞാനിതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവായി സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. 1938 ഫെബ്രുവരി മാസം 20-ാം തീയതി ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇതേ വീതിയിലൂടെ നടത്തിയ ചരിത്ര യാത്രയ്ക്ക് ശേഷം നടക്കുന്ന പൊതുഗതാഗത രംഗത്തെ ഏറ്റവും ചരിത്രപ്രധാനമായ യാത്ര നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ചരിത്രയാത്രയാണ് ഇന്ന് തമ്പാനൂരിൽ നിന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ. ഇത് സ്ത്രീ സമത്വത്തിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഐതിഹാസികമായ മാതൃകയാണ്. ഇതിൽ APLO BPLO ഇല്ല, അന്യ സംസ്ഥാനക്കാരോ സ്വന്തം സംസ്ഥാനക്കാരോ ഇല്ല, പ്രായമുള്ളവരോ ചെറുപ്പക്കാരോ ഇല്ല. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KSRTC ഇന്നു മുതൽ പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുന്നു. TV പ്രസാദും റോഷിപാലും VS സുജിത്തും തത്സമയം. ആദ്യം VS സുജിത്തിലേക്ക്. VS സുജിത്ത്, തെക്കൻ കേരളത്തിലെ യാത്ര, ഇനി കേരളം ഒട്ടാകെയുള്ള യാത്ര ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. വടക്കൻ കേരളത്തിലെയും ഉദ്ഘാടനങ്ങളും ഫ്ളാഗ് ഓഫുകളും എല്ലാം പൂർത്തിയായി യാത്ര ആരംഭിച്ച് ഡബിൾ ബെല്ലോടുകൂടി പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് തുടക്കമായോ? വടക്കൻ കേരളത്തിൽ എങ്ങനെയായിരുന്നു ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫുമെല്ലാം? ഡോക്ടർ അരുൺ, വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട കുന്നമംഗലത്തേക്ക് പുറപ്പെട്ട KSRTCയുടെ പ്രിയദർശിനി ബസ് യാത്രയിലാണ് ഞാൻ നിൽക്കുന്നത്. MK രാഘവൻ MP, ഇവിടുത്തെ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ ആദ്യത്തെ സൗജന്യ ടിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. നല്ല തിരക്കാണ്, ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത തിരക്കുണ്ട്. എങ്ങനെയുണ്ട് ആദ്യത്തെ യാത്ര? വളരെ സന്തോഷം. ഞങ്ങൾ കോഴിക്കോട് തന്നെയാണ്. KPTCന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 5 പേരുണ്ട്. ഉത്തര, റിമ, ദിബറാണി, നസ്രിയ, ഞാനും കൂടിയിട്ട് 5 പേരാണ്. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് പോകുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്നു, ഞങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളത് മാറി മാറി വരുന്ന സർക്കാരുകൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു ചരിത്ര നിമിഷമാണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ യാത്രയുടെ ഭാഗമാകാൻ പറ്റി? ആദ്യത്തെ യാത്രയുടെ ഭാഗമായി വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ എത്രയോ കാലങ്ങളായി സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ VD സതീശൻ സർക്കാരാണ് ഇപ്പോൾ ഞങ്ങൾക്കത് അനുവദിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് യാത്ര? പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രാൻസ്ജെൻഡർ സമൂഹം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ KSRTCയുടെ ഈ വാതിൽ പൂർണ്ണമായും തുറന്നു തന്ന് മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ചത്, സ്ത്രീകളോടൊപ്പം ചേർത്ത് പിടിച്ചത് തുല്യതയുടെ ഒരു ചേർത്ത് പിടിക്കലാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ മുന്നോട്ട് വരണം. രാഷ്ട്രീയപരമായിട്ടും ഈ ചേർത്ത് പിടിക്കൽ നമുക്കൊരു നമ്മുടെ പോസിറ്റീവായിട്ടുള്ളൊരു ചേർത്ത് പിടിക്കൽ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ. ഓക്കെ, ഇപ്പോൾ ഇതിൽ MK രാഘവൻ MP ഉണ്ട്, അതുപോലെ MLA ജയന്തുണ്ട്, പ്രവീൺ കുമാർ ഉണ്ട്, ഷാഫി പറമ്പിൽ MP ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ യാത്രയ്ക്കൊപ്പം ഫൈസൽ ബാബു MLA ഉണ്ട്. MLA